യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് ചേരുന്നു. മനുപ്രസാദ്, നമ്മൾ ഈ കാഴ്ചകൾ കണ്ടതാണ്. അവിടെ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിയരിഞ്ഞ CPM-കാരായ പ്രതികൾക്ക് 30 വർഷത്തിന് ശേഷം ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വൈകി വന്ന നീതിയാണ്. ആ നീതി നടപ്പാക്കാൻ വേണ്ടി ഉള്ള നടപടികൾ നടക്കുമ്പോൾ CPM-ൻ്റെ പാർട്ടി ഓഫീസിൽ ഈ കൊടും കുറ്റവാളികൾക്ക് ഔദ്യോഗികമായ വീരോചിതമായ യാത്രയപ്പാണ് നൽകുന്നത്. മുൻമന്ത്രി KK ശൈലജയുടെ നേതൃത്വത്തിൽ പരസ്യമായിട്ടുള്ള യാത്രയപ്പ്. ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് വരുത്തുന്നത് എന്ന് ഡൽഹിയിൽ സദാനന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തു. യുവമോർച്ച എങ്ങനെയാണ് CPM-ൻ്റെ ഈ സമീപനത്തെ കാണുന്നത്? മനുപ്രസാദ്, വളർന്നു വരുന്ന ഒരു യുവ സമൂഹത്തിനിടയിൽ തെറ്റായ ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരാൻ ഇത്തരം രീതികൾ കാരണമാകും എന്നുള്ളതാണ് ഒന്നാമത് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. അതായത് ക്രിമിനലുകളെയും കുറ്റക്കാരെയും സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നവരെയും ഗുണ്ടകളെയും ഒക്കെ സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് ഇതിനു മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി പുതിയൊരു പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ പുതിയൊരു കാലഘട്ടം ഇതിനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അനുമോദനങ്ങൾ, ആശംസകളൊക്കെ നാട്ടിലെങ്ങും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. SSLC+2 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയവർക്ക് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും അനുമോദനങ്ങളും ആശംസകളൊക്കെ നടത്തുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ഒരു ആശംസ കൊടുക്കാൻ പറ്റില്ല. ഇത്തരം ആളുകളില്ല. അവരുടെ കൂട്ടത്തിലുള്ള ഗുണ്ടകളും കൊലപാതകളും ഒക്കെയാണ് അവരെ ആശംസിക്കുന്നു, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരു തെറ്റായ പ്രവണതയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാരണം, ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിൽ ഉന്നയിക്കപ്പെടേണ്ടത്. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തികൾക്ക്, അതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുക, ഏതെങ്കിലും ഒരു ജനങ്ങളുടെ ആവശ്യപ്പെടുന്ന ജീവിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇടപെട്ട സമരമൊന്നുമല്ല. ശരിക്കും അവർ സദാനന്ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകന്റെ മാഷിന്റെ കാലുകൾ വെട്ടിയരിഞ്ഞു. അദ്ദേഹം ഇന്ന് MP ആയി രാജ്യസഭയിലുണ്ട്. ആ സമയത്താണ് രാഷ്ട്രപതി അദ്ദേഹത്തെ അംഗീകരിച്ചു, ആദരിച്ചു. അദ്ദേഹത്തിന്റെ നിസ്തുലമായ വിദ്യാഭ്യാസ മേഖല സേവനങ്ങൾക്ക് അംഗീകാരം കിട്ടി. അങ്ങനെ ഉന്നതമായ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഈ ക്രിമിനലുകൾക്ക് പച്ച പരവതാനി വിരിച്ച് ജയിലിലേക്ക് അയക്കുകയാണ്. പാർലമെന്റിലേക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടിട്ടും ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നീറുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിച്ച സദാനന്ദൻ മാസ്റ്റർ പച്ച പരവതാനി വിരിച്ച് അദ്ദേഹം കടന്നുപോയത് ഇന്ത്യയുടെ പാർലമെന്റിനുള്ളിലേക്കാണെങ്കിൽ, ഇന്ന് അദ്ദേഹത്തിന്റെ കാല് വെട്ടിയവരെ CPM പറഞ്ഞു വിടുന്നത് കോടതി തന്നെ വിധിച്ച ജയിലിലേക്കാണ്. പക്ഷെ അത് ഇത്ര വലിയ ആഘോഷമാക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അവർ കൊലപാതകികളെ, ആക്രമണകാരികളെ, ഗുണ്ടകളെ ആദരിക്കുക, അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അവരുടെ കല്യാണം ആഡംബരപൂർവ്വം നടക്കുക, കോടതി തന്നെ കുറ്റക്കാരനായി വിധിച്ച് അതിനുശേഷം മരണപ്പെട്ടവർക്ക് സ്മാരകം ഉണ്ടാക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് സ്മാരകമുണ്ടാക്കി ആദരവ് പ്രകടിപ്പിച്ചവരാണ് ഇവർ. അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇങ്ങനെയാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവരെല്ലാം ഏറ്റെടുക്കുന്നു. അതിൽ ഭരണഘടനയെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ഇവർ, ഇന്ത്യൻ നിയമവ്യവസ്ഥയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ഇവർ, സത്യപ്രതിജ്ഞ ചെയ്ത MLA പോലും ഗുണ്ടകൾക്കും അതുപോലെ തന്നെ നാട്ടിൽ സംഘടന ഉണ്ടാക്കുന്നവർക്കും കൊലപാതകികൾക്കുമൊക്കെ സ്വീകരണമൊരുക്കുന്ന പരിപാടികളിൽ മുൻപിട്ട് നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന് അപമാനകരമാണ്. കേരളം എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തെ നാടിന് മുഴുവൻ തലകുനിച്ച് നിർത്താൻ പറ്റുന്ന ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്, വളർന്നു വരുന്ന പുതിയ തലമുറകളിലേക്ക് ഇത്തരം പ്രവണതകളെ കടത്തിവിടാനുള്ള ബോധപൂർവമായ ശ്രമവും ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും ഇന്ത്യൻ ഭരണഘടനയെയും വെല്ലുവിളിക്കുന്ന ഈ സമീപനവും വളരെ പ്രതിഷേധാർഹമാണ്, അപമാനകരമാണ്. ഇത് സമൂഹം ഒന്നടങ്കം എതിർത്ത് നിൽക്കേണ്ടതാണ്. മനുപ്രസാദ്, ഒരു കാര്യം കൂടി, സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭ MP ആക്കി തീരുമാനിക്കുമ്പോൾ അത് CPM-നേറ്റ വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കാരണം പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കാലുകളും നഷ്ടപ്പെട്ട അധ്യാപകനെ പ്രത്യേകിച്ചും BJP അത് ദേശീയ തലത്തിൽ അംഗീകരിക്കുമ്പോൾ ഈ കൊലയാളികൾക്ക് പിന്തുണ നൽകിയില്ല എങ്കിൽ അവശേഷിക്കുന്ന അണികൾ പോലും ചോർന്നു പോകുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാകാം ഒരു മുൻ മന്ത്രിയുടെ MLA-യുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരമൊരു സ്വീകരണം ഒരുക്കിയത്. അങ്ങനെ കൂടി ഇതിനെ കാണേണ്ടതല്ലേ മനുപ്രസാദ്? അല്ല, ഇതില് അണികൾ ചോർന്നു പോകും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, തങ്ങളുടെ കൂട്ടത്തിലുള്ള കൊലപാതകങ്ങളായ ആളുകൾ, ആക്രമണകാരികൾ, അവർ ചോർന്നു പോകും, അവരുടെ വീര്യം ചോർന്നു പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സദാനന്ദൻ മാസ്റ്ററുടെ കാല് CPM വെട്ടിയത് കൊണ്ടല്ല അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത്. ഇരുകാലുകളും വെട്ടിയരിഞ്ഞിട്ടും തകർന്നു പോകാതെ അദ്ദേഹം ഈ നാട്ടിൽ നടന്നു നീങ്ങി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഒരുപക്ഷെ CPM-നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര
അവരുടെ കൂട്ടത്തിൽ അഭിമാനകരമായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ഉന്നത മൂല്യമുള്ള ആളുകൾ ഉണ്ടാവില്ല. അത് അവരെ അസ്വരസ്യപ്പെടുത്തും. പക്ഷേ സദാനന്ദ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CPM കാലുവെട്ടിയ ഒരാളാണ്. എന്നാൽ ഞങ്ങൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, അങ്ങനെയല്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയ അഭിമാനകരമായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം അംഗീകാരമാണ്. അത് ഏതെങ്കിലും ഒരു സദാനന്ദൻ മാഷിന് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ആക്രമിക്കപ്പെട്ടിട്ടും പരിമിതികൾ ഏറെ ഉണ്ടായിട്ടും നമുക്ക് ഈ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ജീവിക്കുന്ന ഉദാഹരണമാണ് സദാനന്ദൻ മാസ്റ്റർ. അങ്ങനെയാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സദാനന്ദൻ മാസ്റ്ററെ കളിയാക്കാൻ ശ്രമിക്കുമ്പോൾ, അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇരുകാലുകളും വെട്ടിയെറിഞ്ഞിട്ടും തീരാത്ത പ്രതികാര ബുദ്ധിയോടുകൂടി സദാനന്ദൻ മാസ്റ്ററെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കാൻ തയ്യാറാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ചോദ്യമാണ്, എന്തിനായിരുന്നു ആ സാധു മനുഷ്യന്റെ കാലുകൾ വെട്ടിയെരിഞ്ഞു എന്ന് അവശേഷിക്കുന്ന ഏതെങ്കിലും മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാർ ചോദിക്കുമ്പോൾ അവരിൽ നിന്നുകൂടി ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ പ്രവൃത്തി അവർ ചെയ്യുന്നത്. കൊലപാതകികളെ, ആക്രമണകാരികളെ, നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, ഭരണഘടനയെ എതിർക്കുന്നവരെ, നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്തവരെയൊക്കെ ആദരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രവണത മാറ്റിയില്ലെങ്കിൽ അത് നാടിനെ മൊത്തം തകർക്കുന്നതാണ്. ഞങ്ങൾ ഇവരെയൊക്കെ പ്രതിരോധിച്ചും അവരുടെ എല്ലാ കാര്യങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായ ഒരു നഷ്ടവും ഇതൊന്നും നമ്മൾ ഉണ്ടാകില്ല. പക്ഷേ നാടൊന്നടങ്കം ഇതിനെയൊക്കെ എതിർക്കണം, ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെയധികം നന്ദി മനുപ്രസാദ്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.